students, welcome back to Bosco Campus Vision. In the previous session, we discussed the meaning, objectives, advantages and disadvantages of cooperative societies. So now we are moving on to the different types of cooperative societies and the next type of business entity, that is trust. So in this session, we will look into the different types of cooperative societies, the meaning and definition of trust, and the main parties involved in a trust. So coming to the type of cooperative societies, there are 6 major types of cooperative societies, and they are producer cooperative societies, consumers cooperative societies, marketing cooperative societies, farmers cooperative societies, credit cooperative societies, and cooperative housing societies. So the first one is producer cooperative societies. The producer cooperative society is to protect the interest of small producers. These societies are set up. They perform several activities like processing, marketing and distributing their own products. സോ ഒരു ഏരിയയിലുള്ള ചെറിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് തന്നെ ഫോം ചെയ്യുന്ന ഒരു ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് പ്രോസസ്സ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന വഴി എക്സ്ട്രാ കോസ്റ്റൊക്കെ കട്ട് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് അവരിലേക്ക് വരാനായിട്ടുള്ള ശ്രമമാണ് ഇതുവഴി നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ആർ ഫോംഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ടു ഒബ്റ്റെയിൻ ദ ഡെയിലി റിക്വയർമെൻറ്റ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്. Such a society buys goods directly from manufacturers and wholesalers to eliminate the profit of middlemen. സോ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇതെന്ന് പറയുന്നത് അവരുടെ ഡെയിലി റിക്വയർമെൻറ്റ്സിനുള്ള സാധനങ്ങൾ, പ്രോഡക്റ്റ്സ് ആണെങ്കിലും പല സർവീസസ് ആണെങ്കിലും റീസണബിൾ പ്രൈസിന് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ സൊസൈറ്റിയുടെ ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് അവർ ഗുഡ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. സോ മിഡിൽ മാനിനെ ഒഴിവാക്കിക്കൊണ്ട് ആ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ കോസ്റ്റ് അവരവിടെ കട്ട് ചെയ്ത് കൂടുതൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് എത്തിക്കുകയാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫങ്ഷനിങ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സോ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. സോ മിഡിൽ മാനിനെ കട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇവർ തന്നെ സെയിൽസ് നടത്തി പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു മേജർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വെയർ ഹൗസിംഗ് ആണെങ്കിലും പാക്കേജിംഗ് ആണെങ്കിലും എല്ലാം ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റീസണബിൾ പ്രൈസിന് ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അതിൽ നിന്നും അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഈ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ മെമ്പേഴ്സും കൂടി ഈക്വലി ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Next is farmers cooperative societies. Farmers cooperative societies established by farmers aimed to gain the benefit of large scale farming and increase the productivity. സോ ഫാമേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അവർക്ക് ഇത് ഫോം ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗെയിൻ ദ ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഫാമിംഗ് ആൻഡ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. സോ വലിയ രീതിയിൽ ഫാമിംഗ് ഒക്കെ നടത്തുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. സോ ഇത് ഫോം ചെയ്യുന്നത് വഴി അവർക്ക് ബെറ്റർ ക്വാളിറ്റി സീഡ്സും ഫെർട്ടിലൈസേഴ്സും മെഷീനറീസും എല്ലാം കൾട്ടിവേഷൻ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ഫോം ചെയ്യുമ്പം ഇവർക്ക് നല്ല രീതിയിലുള്ള സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ സബ്സിഡി റേറ്റ്സിനൊക്കെ കിട്ടും. സോ അതുവഴി ഇവർക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ഇസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Credit Cooperative Society is an association of members registered under the State Cooperative Societies Act. Share capital is contributed by members. They can accept deposit from members and give loans to members. Profit or loss are shared among the members. സോ ചെറിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് അവർ ബാക്കി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റായിട്ട് പണം സ്വീകരിക്കും. അതിനുശേഷം പൈസ ആവശ്യമുള്ളവർക്ക് ചെറിയ ലോണായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി ആയിട്ട് ആ പണം പ്രൊവൈഡ് ചെയ്യും. സോ അവർക്കത് മാക്സിമം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിലെ മെമ്പേഴ്സ് ഈക്വലി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്.
And the last one is cooperative housing societies. Cooperative housing societies aim to solve the housing problems of the members by constructing houses. These societies construct flats or provide plots to its members. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്ന ഏരിയയിൽ വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളൊരു ഫെസിലിറ്റിയാണ് ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വീടില്ലാത്തവർക്ക് വീട് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ആ ഒരു പ്ലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് മുഖേന നടക്കുന്നത്. സോ ഇതുപോലെ ഓരോ സ്പെസിഫിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും പ്രവർത്തിക്കുന്നത്. ആൻഡ് ദീസ് വി ഡിസ്കസ്ഡ് above are the 6 major types of cooperative societies. Now we will move on to the next type of business entity, that is trust. A trust is an arrangement that allows a third party known as a trustee to hold assets on behalf of beneficiaries. A trustee is the individual or institution that is given control over the assets left in the trust. This person's primary role is to act in the best interest of the beneficiary. സോ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ട്രസ്റ്റിനെ കുറിച്ച് ധാരാളം എക്സാമ്പിൾസ് കേട്ടിട്ടുണ്ട്. ട്രസ്റ്റുകളുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്. സോ അതുപോലെ ട്രസ്റ്റുകൾ മുഖേന പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം സർവീസസും ഫെസിലിറ്റീസും നമ്മുടെ നാട്ടിലുണ്ട്. സോ ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 3 പാർട്ടീസാണ് മെയിനായിട്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രസ്റ്റർ, ഒരു ട്രസ്റ്റി ആൻഡ് എ ബെനിഫിഷ്യറി. സോ ഈ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ട്രസ്റ്ററിൻ്റെ പേരിലുള്ളതാണ്. സോ ഇത് മാനേജ് ചെയ്യാനും ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്നത്. സോ ഈ ട്രസ്റ്റി മെയിനായിട്ടും പ്രവർത്തിക്കുന്നത് ഈ ഒരു ബെനിഫിഷ്യറി, അതായത് തേർഡ് പാർട്ടിയായ ബെനിഫിഷ്യറിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. So the business dictionary defines a trust as a legal entity created by a party, that is the truster, through which a second party, that is the trustee, holds the right to manage the truster's assets or property for the benefit of a third party, that is the beneficiary. Basically, a trust is a financial arrangement between 3 parties that hold assets for a beneficiary. സോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലായിരിക്കും. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരാളുടെ, ഒരു ഓണറിൻ്റെ ആവും. സോ അയാളെയാണ് നമ്മൾ ട്രസ്റ്റർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടുമുള്ള ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹം അതൊരു സെക്കൻഡ് പാർട്ടിയായ ട്രസ്റ്റീനെ അത് ഏൽപ്പിക്കും. സോ ആ ഒരു ട്രസ്റ്റി ആയിരിക്കും പിന്നീട് അത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു ട്രസ്റ്ററിൻ്റെ അസറ്റ്സും പ്രോപ്പർട്ടീസും. സോ ഈ ട്രസ്റ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. സോ അവർ പിന്നീട് അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ തേർഡ് പാർട്ടി, ദാറ്റ് ഈസ് ദ ബെനിഫിഷ്യറി. സോ ഈ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കോമൺ പീപ്പിൾ ആണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അത് കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ട്രസ്റ്ററിന് നടത്താൻ സാധിക്കാത്ത ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ട്രസ്റ്റീനെ ഏൽപ്പിച്ച് അത് ബെനിഫിഷ്യറിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് പോകുന്നു. അതാണ് നമ്മൾ ബേസിക്കലി ട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ട്രസ്റ്റിൻ്റെ ധാരാളം എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് റിയൽ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും. സോ ട്രസ്റ്ററാണ് ആ പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ ഓണർ എങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ട്രസ്റ്റീസ് ആയിരിക്കും. സോ ഇതാണ് ട്രസ്റ്റിൻ്റെ ഒരു ബേസിക് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ പാർട്ടീസ് ഇൻ എ ട്രസ്റ്റ്. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ഡെഫിനിഷൻ, എ ട്രസ്റ്റ് is composed of 3 main parties, that is the truster, trustee and the beneficiary. First one is the truster. The truster is the person who grants the trustee control over their assets, estate or property and who creates the agreement. സോ ഏതാണോ അസറ്റ്, ഏതാണോ പ്രോപ്പർട്ടി, അതിൻ്റെ റിയൽ ഓണറിനെയാണ് ട്രസ്റ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ആ ഒരു ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ റൺ ചെയ്യാൻ വേണ്ടി ട്രസ്റ്റിക്ക് അധികാരം കൊടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് ആകാം. is the person who grants the trustees the control over their assets, estate or property and who creates the agreement. Next is trustee. The trustee is responsible for managing the trust that the truster has appointed them over. They are the person who is in charge of managing the property
or the assets the trustor gives them to keep and a title in the agreement. സോ ട്രസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോപ്പർട്ടി ഏൽപ്പിക്കുന്ന ആളാണ്. അതായത് ആ ട്രസ്റ്റർ ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്നത്. സോ ഏൽപ്പിച്ചതിന് ശേഷം ആ പ്രോപ്പർട്ടി ഫുൾ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അസെറ്റ്സ് ടേക്ക് ഓവർ ചെയ്യാനും ഉള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റിക്കാണ്. ഇവർ തമ്മിലാണ് എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത്. And the third party is beneficiary. The beneficiary or beneficiaries are the people who receive the benefits of the trust agreement. They are given the property or assets by the trustee from the trustor according to the terms of the agreement. സോ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് കോമൺ പീപ്പിൾ ആണ്. അതായത് ഈ ഒരു ട്രസ്റ്റ് എന്നൊരു ബിസിനസ് എൻറ്റിറ്റി വഴി ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. സോ ഒരു ട്രസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി ട്രസ്റ്റി വഴി മാനേജ് ചെയ്ത് ബെനിഫിഷ്യറീസിന് അതിൻ്റെ ബെനിഫിറ്റ് നൽകുകയാണ്. അതാണ് ഈ ഒരു ട്രസ്റ്റ് എന്ന ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു മെയിൻ റണ്ണിങ് പ്രോസസ് എന്ന് പറയുന്നത്. So these are the three main parties involved in a trust, that is the trustor, trustee and the beneficiary. So in this session we discussed the major types of cooperative societies and the next type of business entity, that is trust, its meaning, definition and the main parties that is involved in a trust. Hope all are clear with the topic. Thank you.